ഗൈസ് കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ എന്റെ റിലേഷൻ ബ്രേക്ക് ആയി. അയ്യോ അത് കഷ്ടായില്ലോ. നടന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്നൊന്നുമല്ല, ഒരു 2-2.5 മാസത്തിന് മുകളിലായി ഞങ്ങൾ ബ്രേക്ക് ആയിട്ട്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഞങ്ങൾ ഇടക്ക് വഴക്കിടും, ബ്രേക്കപ്പ് ആവും, മാറും, വഴക്കിടും, മാറും, വീണ്ടും റെഡിയാവും, വീണ്ടും മാറും. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വ്ലോഗ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറെ നാൾ കൊണ്ട്. എനിക്ക് വ്ലോഗ് ഒന്നും എന്റെ വീഡിയോക്ക് അത് വരുന്നില്ല. പിന്നെ അതിൽ അവൻ കുറച്ച് എനിക്കറിയത്തില്ല, കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇനി ബാക്കി ഞാൻ പൊളിച്ച് കൈ തരാം. അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ്, ഡിപ്രഷൻ ആയിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ വെറുതെയാണ്. കാശ് അവന് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. എന്തായാലും ക്യാമറ ഓണാക്കി ഒരുങ്ങി പഠിച്ചു വന്ന് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ, പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ. മോശായതിന്റെ പേരില്ലേ ചിക്കളൊപ്പിയാനുള്ള പരിപാടിയാ. അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടാ. ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല, മിണ്ടാറുമില്ല. പിന്നെ നാണക്കെടുത്തി ഇത് സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര കരഞ്ഞോണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത്. ഇച്ചിരി വെളിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. മുനിസിപ്പൽ ടാപ്പിൽ നിന്നും ശുദ്ധജലം വീഴുന്നത് പോലെ ആയിരിക്കണം യഥാർത്ഥ അഭിനയം. ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് അഭിനയിക്കാം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകളെ. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഉള്ള കാര്യം പറയണം. വെറുതെ അവരോട് പിന്നെ വൈൻറ്റടിക്ക് പോയി കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം ഭയങ്കര സങ്കട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ വരട്ടെ. ഓട്ടെ. പോട്ടെ.